നിങ്ങൾ രണ്ടുപേരും ചേച്ചി അനിയത്തിയാണോ? ഒരുപോലെ ഉണ്ടല്ലോ. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. നീ കൊടുത്ത കൊടുപ്പിന് അവൻ പരലോകത്തിൽ പോയിട്ടുണ്ടാവും. ഡ്രാഗൺ മാന്ത്രികക്കല്ല് ആപത്തുണ്ടാവുമ്പോൾ ഇത് സഹായിക്കും. ഷിൻഡുവിന്റെ സ്വഭാവം അങ്ങനെ തന്നെ ഉണ്ട്. അഗ്നിമന്ത്രം. ഇതിനു മുമ്പിൽ നിങ്ങളുടെ മന്ത്രക്കല്ല് പൊടിയായി. സെക്ഷൻ 13ലേക്ക് കോണ്ടാക്ട് ചെയ്താൽ ഇവനെ എങ്ങനെ നശിപ്പിക്കുമെന്ന് നമുക്കറിയാം. അത് പറ്റില്ല, കാരണം സെക്ഷൻ 13 ഇപ്പൊ ആരുമില്ല. പാവയാണ്, ഉത്സവത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാ. ജോലി, നീ എവിടെ ഒളിച്ചാലും രക്ഷപ്പെടാൻ പറ്റില്ല. മര്യാദയ്ക്ക് വെളിയിൽ വന്നോ. അവൻ അധികം സംസാരിക്കണ്ട്. ഞാൻ പ്ലാസ്റ്റർ ഇട്ടിട്ട് വരാം. വർത്തമാനകാലത്ത് നിന്ന് കാത്തുപറയുന്നതിനെ പുറത്താക്കിയാൽ ഞാൻ നശിച്ചു പോകും. അതിനുശേഷം ഭാവി ഒരു ചോദ്യചിഹ്നമായിരിക്കും. ഓ അങ്ങനെയോ? കേൾക്കാൻ നന്നായിട്ടുണ്ട്, പക്ഷെ നടക്കോ? അവൻ എവിടെയുള്ളത്? ഇത് കേക്ക്, ജൂലി ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. മിസ്റ്റർ ജാക്കി ചാൻ, എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിന്റെ അച്ഛനോ? ആരാ നിന്റെ അച്ഛൻ? ആരാന്ന് ചോദിച്ചപ്പോ നീ എന്താ തീ ഊതി കളിക്കുകയാണോ? ആരാ നീ? നിനക്ക് ഇന്ന് ദീപാവലി ആടാ, ആഘോഷിക്ക്. ഹാപ്പി ദീപാവലി. ബൈ ബൈ. പടക്കം പൊട്ടാൻ പോവാണ്. ജൂലി, ജാക്കി, എന്തായി നടക്കുന്നേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഞാൻ ഭൂതകാലത്തിലേക്ക് വന്നിരിക്കുന്നതാണ് സത്യം. ഞാൻ ജൂലിയുടെ ഭാവികാലമാണ്. ഓ, ഒരു ജൂലി തന്നെ തലവേദനയാ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് പറ. ജാക്കി, നിനക്ക് മനസ്സിലാവുന്നില്ലേ? ചിണ്ടുയുടെ മോൻ അവന്റെ ലോകത്തിലേക്ക് എന്നെ വിളിച്ചോണ്ട് പോവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ അവന്റെ പ്ലാൻ വർക്കൗട്ട് ആയില്ല. അതുകൊണ്ട് അവൻ തിരിച്ചു പോയി. മനസ്സിലായോ ഇപ്പോ? അപ്പോ എന്തുകൊണ്ടാണ് നിന്നെ അവരൊന്നും ചെയ്യാതെ പോയത്? ഓ അത് 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 എനിക്കറിയില്ല. കാരണം അവൻ വലിയൊരു ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. എത്രയും വലുത്? ഇത് കളിക്കാനുള്ള സമയമല്ല. കാത്തുവരാൻ എന്റെ പുറകെയുണ്ട്. ഡ്രാഗൺ ഏജൻസിനെ ഞാൻ നശിപ്പിക്കൂ എന്നാണ് അവന്റെ പേടി. ഏജ് ഓഫ് ഡ്രാഗൺസോ? ഈ പേര് കേൾക്കുമ്പോ തന്നെ എന്റെ അടിമുടി വിറയ്ക്കുക. സെക്ഷൻ ലേഡീസിന് ഞാൻ മേലധികാരിയായ ഉടനെ വാണ്ടഡ് ലിസ്റ്റിൽ കാത്തുവരായന്റെ പേരായിരുന്നു ആദ്യം കണ്ടത്. അവനെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളെയും അങ്കിളിനെയും സെക്ഷൻ 13 മാന്ത്രിക വിഭാഗത്തിന്റെ അധികാരികളാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ സെക്ഷൻ 13 വിട്ടു പോയില്ലെന്നാണോ? അതെ, പക്ഷെ നിങ്ങൾക്കും അങ്കിളിനും സംഭവിക്കാനുള്ളതൊന്നും തടുക്കാൻ കഴിഞ്ഞില്ല. കാത്തുവരായന് ഷിൻഡുവിനെ പോലെ ഭയങ്കര ശക്തി ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ഡ്രാഗൺസിനെ ഉണ്ടാക്കി അവൻ പടയെടുത്തു വന്നു. സെക്ഷൻ 13 പിടിക്കണമെന്ന് അവൻ ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. ഭാവിയെ സംരക്ഷിക്കണമെങ്കിൽ ഭൂതകാലത്തെ മാറ്റിയേ പറ്റൂ എന്ന് എനിക്ക് നന്നായി മനസ്സിലായി. ഞാൻ അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു.
ഭൂതകാലത്തിലേക്ക് പോവാനുള്ള മാന്ത്രിക ശക്തി ഞാൻ പ്രയോഗിച്ചപ്പോൾ അവനും എന്റെ കൂടെ ഭൂതകാലത്തിലേക്ക് വന്നു. അപ്പോ നീ പറയുന്നതൊക്കെ സത്യത്തിൽ ഭാവി കാലത്തിൽ സംഭവിച്ചോ? നീ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് ഇതുവരെ പറഞ്ഞില്ല. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് മറക്കാൻ വേണ്ടിയാണ് ഈ രാക്ഷസന്മാർ ഇങ്ങനെ പാടുപെടുന്നുള്ള കാര്യം എന്താ പറയാഞ്ഞേ? ആ ഷിൻഡു ഈ ലോകത്തിലേക്ക് കടക്കുന്നത് തടയാനുള്ള നമ്മുടെ ശ്രമം അവൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഷിൻഡു ആണോ? ദുഷ്ടശക്തി തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഉണ്ടാവണം. കുഴിച്ചു നോക്കാം. എന്റെ ദൈവമേ, ഡ്രാഗന്റെ പല്ല്! എന്ത് പറ്റി? എന്റെ ഉപകരണം ഉടയുന്നല്ലോ. എടാ കിഴവാ, ഒറ്റയ്ക്ക് വന്ന് പെട്ടല്ലേ, നിന്നെ എന്താ ചെയ്യാന്ന് കണ്ടോ? ഷിൻഡു ഈ ലോകത്തിലേക്ക് കടന്നുവരാൻ ഉപയോഗിക്കുന്ന ഡ്രാഗൺ പല്ലുകളെ കൊണ്ടുപോകാൻ കാത്തുവരാൻ വരും. അവനേക്കാൾ മുൻപ് നാം അങ്ങോട്ട് പോയി ആ പല്ലുകൾ നശിപ്പിക്കണം. എന്തിനാ രാത്രി പോണേ? കാരണം ഞാൻ ഭാവിയിൽ നിന്ന് ഇവിടെ വന്നത് ഒരു വൈകുന്നേരമായിരുന്നു. ശരിയായ സമയത്ത് ഏതായാലും നീ ഇങ്ങ് എത്തിയത്. ഡ്രാഗന്റെ പല്ലുകൾ കിട്ടിയാൽ കാത്തുവരാൻ ആഗ്രഹിക്കുന്നത് എളുപ്പം സാധിക്കും. ആ പല്ലുകൾ നശിപ്പിച്ചില്ലെങ്കിൽ ഷിൻഡു തീർച്ചയായും ഈ ഭൂമിയിലേക്ക് വരും. കൃത്യം 12 മണിക്ക് പുതിയ വർഷം ആരംഭിക്കുമ്പോൾ. നിനക്കൊരു കാര്യം അറിയോ? ജാക്കിയും അങ്കിളും ഷിൻഡുവിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് വിശ്വസിക്കുക. സെക്ഷൻ 30 നടന്ന പോരാട്ടത്തിൽ ജാക്കിയും അങ്കിളും ബന്ധനസ്ഥരായി. ഷിൻഡു ഈ ഭൂമിയിൽ വന്നാൽ അവർ മരിച്ചു പോകും. വെറും 15 മിനിറ്റിനുള്ളിൽ. ഒരു നല്ല വാർത്ത, ഡ്രാഗന്റെ പല്ലുകളുള്ള സ്ഥലം കണ്ടുപിടിച്ചു. അപ്പൊ മോശമായ കാര്യം എന്താ? മാന്ത്രിക ശക്തി കൊണ്ട് അത് നശിപ്പിക്കാനാവൂ. നമ്മുടെ പക്കൽ ഡ്രാഗൺ മാന്ത്രിക കല്ലുമില്ല. പ്രശ്നമൊന്നുമില്ല, എന്റെ അങ്കിളിന് മന്ത്രശക്തിയുണ്ട്. നാം താമസിച്ചു പോയി. അങ്കിൾ, അപ്പൊ നമ്മളുടെ അങ്കിൾ ജാക്കി, പല്ല് പോയി, അതോടൊപ്പം എന്റെ ജീവനും പോവുക. അറിയാം, ആ കിളവൻ എന്താ പറയുന്നറിയാം. നിങ്ങൾ അന്വേഷിക്കുന്നത് എന്റെ കയ്യിലുണ്ട്. നീ നിയമം ലംഘിച്ചാണ് ഈ ലോകത്തിലേക്ക് വന്നത് കാത്തവരായ. അങ്ങനെയാണ് നീ വന്നത് മാത്രം ശരിയാണോ? അവൻ എന്താ പറയുന്നേ? കാലചക്രത്തെ പറ്റിയാ അവൻ പറഞ്ഞത്. ഭൂതകാലത്തിലേക്ക് വന്നതിനെ പറ്റിയാ പറഞ്ഞത്. എന്റെ അച്ഛൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരേണ്ട സമയമായി. അച്ഛന് സമ്മാനമായിട്ട് നിങ്ങളെ കൊടുക്കാം. സ്വപ്നം കണ്ട കാത്തവരായ. അതും കണ്ടുകളയാം. മന്ത്രം പറഞ്ഞു തന്നേക്കില്ലെങ്കിൽ കിളവൻ താഴെ വീട് മേലോട്ട് പോകും. രക്ഷിക്കാൻ പോവാണോ? എന്റെ ദൈവമേ! നീ ഇവിടെ നിൽക്ക്. റിവി കാണിച്ചു പെണ്ണെ. മടയാ, ധൃതിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന മണ്ടത്തരോ. ജാക്കി, എന്താടാ പതുക്കെ കയറി വരുന്നത്? ഒന്ന് പെട്ടെന്ന് വാടാ. ജാക്കി, ഈ ഡ്രാഗൺസ് ഒക്കെ വളരെ മോശമായ ജന്തുക്കളാ. അതിനെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അങ്കിൾ ഒരുപാട് കാര്യം അറിയണോ അങ്കിൾ?